ഹലോ. എൻ്റെ അമ്മ എപ്പം നോക്കിയാലും പണിയെടുത്ത് നടക്കും. അമ്മേനെ ഞാൻ വലിയതായിട്ടൊന്നും സഹായിക്കുന്നില്ല. അമ്മ വീട്ടിൽ ചേനയും പയറൊക്കെ നടുക. അപ്പം ഞാൻ ഒന്ന് സഹായിക്കാൻ വേണ്ടി പോയതാണ്. എൻ്റെ അമ്മയ്ക്ക് എപ്പം നോക്കിയാലും തുരുതുരേന്ന് പണിയെടുത്തുകൊണ്ട് നടക്കാനാണ് ഇഷ്ടം. വയ്യെങ്കിലും ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കില്ല. എപ്പം നോക്കിയാലും പണി. അപ്പം ഞാനും ഒന്ന് കൂടിയതാണ്. മഴയൊക്കെ പെയ്തിട്ട് മണ്ണ് സെറ്റായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ചേനയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. ചേന നടാൻ അമ്മ കിളച്ച് ചേനയ്ക്ക് വേണ്ടി നടാനുള്ള സംഭവം ആക്കി വെച്ചപ്പോൾ അതിൽ ഞാൻ കൊണ്ടുപോയി ചേന വിത്ത് വെച്ചു. ചാണകം എടുത്ത് വിതറി. ഓരോ കുഴിയിൽ അമ്മ ഇതാക്കുമ്പോൾ ചെറുതായിട്ട് ഞാനും ചെയ്ത് നോക്കിയതാണ്. എൻ്റെ തട്ടിക്കൂട്ട് പരിപാടിയാണ്. അമ്മ അതിൻ്റെ ഇടയ്ക്ക് പോയി ചാണകം എടുത്തിട്ട് വാ, കരികില എടുത്തിട്ട് വാ, ചേന എടുത്തിട്ട് വാ എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു ചേന വിത്ത് എടുത്തിട്ട് വെച്ചു ഞാൻ. എന്നിട്ട് ഞാൻ കൊട്ടയിൽ പോയിട്ട് ഒരു ചാക്ക് നിറച്ചും കരികില അമ്മ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കരികില എടുത്ത് കൊട്ട നിറയ്ക്കുക. അമ്മയാണ് കിളക്കലിൻ്റെയും എല്ലാത്തിൻ്റെയും ഉസ്താദ്. അമ്മ പറയും വീട്ടിലൊരു പണി പോലും എടുക്കില്ല. എടുക്കൊക്കെ ചെയ്യും. ഒരു ചെടി നട്ട് വെക്കില്ല. അമ്മയ്ക്ക് കുറേ പരാതിയാണ്. ചുമ്മാ ഞാൻ ചെയ്യാൻ കൂടിയെന്നുള്ളൂ. അമ്മയാണ് ഓടുന്നത്. അമ്മ ഇങ്ങനെ പറഞ്ഞിട്ട് ഞാനും ചാണകവും കരിയിലൊക്കെ ഇട്ട് കൊടുത്തു. അങ്ങനെ നിറയ്ക്കുന്ന കുഴിയൊക്കെ അമ്മ വീണ്ടും മണ്ണ് വെട്ടി മൂടി സെറ്റാക്കും. അമ്മയ്ക്ക് എത്ര വയ്യെങ്കിലും പണിയെടുക്കാൻ മാത്രം ഒരു മടിയില്ല. എപ്പോൾ നോക്കിയാലും പറമ്പിൽ കൂടെയും അതിൽ കൂടെയും ഇതിൽ കൂടെയും ഇങ്ങനെ പണിയെടുത്ത് നടക്കണം. എന്നാൽ വയ്യെങ്കിൽ വയ്യതാനും. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു വൈകുന്നേരമൊക്കെ അമ്മ പറയുന്നേക്കാം കാലുവേദനയാണ്, കൈവേദനയാണ്. അമ്മ നട്ട ചേനേൻ്റെ മേളിൽ കൂടെ അമ്മ ഒരു കുപ്പി നിറച്ചു അത്യാവശ്യം എല്ലാ പച്ചക്കറിയുടെ വിത്തെടുത്ത് വെച്ചിരിക്കും. പയറുകളുണ്ട്, വെള്ളരിക്ക വിത്തുണ്ട്, മത്തങ്ങ വിത്തുണ്ട്, വെണ്ടയ്ക്ക വിത്തുണ്ട്, ചീര വിത്തുണ്ട്. അങ്ങനെ എല്ലാം അമ്മ കുപ്പിയിലെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അമ്മ എന്നോട് പറഞ്ഞു ആ കുപ്പിയിൽ കുറേശ്ശെ വിത്തെടുത്തിട്ട് നട്ട ചേനേൻ്റെ സൈഡിൽ കൂടെ നട്ടു കൊടുക്കുക. ഇത് തന്നെ തഞ്ചെന്ന് വിചാരിച്ച് ഞാനും കുറേശ്ശെ വിത്തെടുത്തിട്ട് നടുവാണ്. അമ്മ അവിടെ അടുത്ത ചേനയ്ക്ക് വേണ്ടി റെഡിയാക്കിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് ഞാൻ ഇങ്ങനെ കുറേശ്ശെ പയറും വിത്തും ഒക്കെ എടുത്ത് നട്ടുകൊണ്ടിരിക്കുക. അമ്മ അടുത്ത കുഴി റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. വയ്യെന്തായാലും പക്ഷേ പണിയെടുക്കും. എല്ലാ അമ്മമാരും അങ്ങനെ തന്നെയാണ്. എന്നാൽ എൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെ തുരുതുരേ പണിയെടുത്ത് നടക്കണം. നല്ല വിത്തുകളാട്ടോ. വീണ്ടും നട്ട ചേനേൻ്റെ സൈഡിൽ കൂടെ കുറേശ്ശെ നട്ടു കൊടുക്കുക ഞാൻ. അമ്മ പറയും ഒരു പയർ പോലും നടില്ല, ഒരു ചെടി പോലും നടില്ല. ഇന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം. ഞാൻ നട്ടിട്ട് എപ്പോഴാണോ പയർ കായ്ക്കുന്നത്.
നട്ട് മടുത്തു, വയ്യാണ്ടായി. പണ്ടത്തെ പോലെ ആഞ്ഞ് കിളയ്ക്കാൻ പറ്റണില്ല, എന്നാലും കിളയ്ക്കുന്നുണ്ട് കേട്ടോ. ഞാനിങ്ങനെ ചുമ്മാ കരികിരി ഇട്ട് ചാണകം ഇട്ട് നടക്ക. അമ്മയാണ് പച്ചക്കറി ഉണ്ടെന്നേ ഉസ്താദ്. പച്ചക്കറികളും ചെടികളും ഒക്കെ നട്ടിട്ടുണ്ട്. എന്നാ ഓക്കെ, ബൈ.